ടൗണിൽ നിന്നും അല്പം ഒഴിഞ്ഞ ഭാഗത്തായിരുന്നു അനീഷിന്റെ റെസ്റ്റോറന്റ്. കായൽ രുചി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഓപ്പൺ സ്പേസിലിരുന്നാൽ കായലിന്റെ മനോഹാരിത നുകർന്ന് ഭക്ഷണം കഴിക്കാം. പ്രൈവസി ആഗ്രഹിക്കുന്നവരും ടൂറിസ്റ്റുകളും വന്ന് ബിസിനസ് കിട്ടുമെന്നായിരുന്നു അനീഷിന്റെ പ്രതീക്ഷ. തുടക്കകാലത്ത് കുഴപ്പമില്ലാതെ പോവുകയും ചെയ്തു. കോവിഡ് വന്നതോടെ പണി പാളി. കുറെ കാലം അടച്ചിട്ട് കടം കയറി. തുറന്നതിന് ശേഷം പഴയ കച്ചവടം കിട്ടുന്നുമില്ല. അങ്ങനെ കോവിഡാനന്തര കാലത്തെ ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വന്ന മാറ്റം അനീഷിനുമുണ്ടായി. മനസ്സമാധാനമില്ലാത്ത കടക്കാരൻ, പലിശക്കാരുടെ ഇര, അങ്ങനെ എത്ര കൊടുത്താലും തീരാത്ത ആർത്തിക്കാരായ പലിശക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ശരാശരി മലയാളിയുടെ പ്രതിനിധിയായി അനീഷും മാറി. അനീഷിന് ജെയ്സനെ വലിയ കാര്യമാണ്. കാരണം ജെയ്സൺ ഒരു ജീനിയസ് ആണെന്നാണ് അനീഷിന്റെ അഭിപ്രായം. ബുദ്ധിപരമായ ചിന്തകളല്ലാതെ ജെയ്സന്റെ തലയിൽ മറ്റൊന്നിനും ഇടവില്ല. ഐഡിയകളുടെ അനന്തമായ കലവറ. അതാണ് ജെയ്സൺ. ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, സ്വന്തമായ ഒരു ലാപ്ടോപ്പ്, ഒരു സാധാരണ ബൈക്ക്, സിമ്പിളായ വസ്ത്രധാരണം, ലളിതമായ ജീവിതം. പക്ഷേ റെസ്റ്റോറന്റ് നടത്തി പൊളിഞ്ഞു നിൽക്കുന്ന അനീഷിനും ഒന്നും നടക്കാതെ തന്നെ നയാ പൈസയ്ക്ക് ഗതിയില്ലാത്ത ജെയ്സനും ഒരേ തൂവൽ പക്ഷികളാണ്. അബ്ദുൽ കലാമിന്റെ ആരാധകർ, സ്വപ്നങ്ങൾ ഒരു നാൾ ചിറകടിച്ച് വാനിലേക്ക് ഉയരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ. റെസ്റ്റോറന്റിന്റെ ഒഴിഞ്ഞ കോണിലെ ടേബിളിന്റെ ഇരുവശത്തുമായി ഇരുവരും ഇരിപ്പുണ്ട്. ലാപ്ടോപ്പ് അടച്ചിട്ട് ജെയ്സൺ ചോദിച്ചു, അപ്പോൾ ഇതാണ് പ്ലാൻ. എന്താ അനീഷ് ഏട്ടന്റെ അഭിപ്രായം? ഐഡിയ കൊള്ളാം, ആലോചിക്കാവുന്നതേ ഉള്ളൂ. അനീഷ് നിവർന്നിരുന്നിട്ട് തുടർന്നു. കഴിഞ്ഞ ആഴ്ച നീ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ റിസ്ക് കുറവാണ്. ആണല്ലോ. അനീഷ് ഏട്ടൻ ഓക്കെ ആണെങ്കിൽ നമുക്കിത് നോക്കാം. ഒരു 2 ദിവസം സമയം തന്നാൽ ഞാൻ ഇതൊന്ന് അഴിച്ചു പൊളിച്ച് കുറച്ചുകൂടെ സെറ്റാക്കാം, ജെയ്സൺ പറഞ്ഞു. ഞാൻ ഓക്കെയാടാ, പക്ഷേ ഒരു 1.5 ലക്ഷം വേണ്ടേ? അതാണ് പ്രശ്നം. അനീഷ് അകലെ കായലിലേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ അനീഷ് ഏട്ടാ, ഇതിലും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റില് ഈ പൊളിഞ്ഞു കിടക്കണ റെസ്റ്റോറന്റ് പിക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിക്കാത്തതാണോടാ, പൈസ വേണ്ടേന്ന്. എന്നാണെങ്കിൽ രൂപയുടെ മൂല്യം പിന്നെയും ഇടിഞ്ഞു. അത് തന്നെയാണ് പ്രശ്നം. ഇതിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് 1000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നാളെ 1200 രൂപ കൊടുത്താലേ കിട്ടൂ. നമ്മുടെ ബഡ്ജറ്റിൽ ഈ പ്ലാനും നടക്കാതെ വരും. അറിയാടാ, പക്ഷേ പൈസ റോളാവണ്ടേ? ഒരു കാര്യം ചെയ്, നീ ഒരു പേര് പറയ്. ആരുടെ പേര്? ജെയ്സൺ ചോദിച്ചു. ഏതെങ്കിലും ഒരു പലിശക്കാരന്റെ പേര് തന്നെ. ഞാനൊന്ന് മുട്ടി നോക്കാം. അതിന് എനിക്കറിയാവുന്നവരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അനീഷ് ഏട്ടൻ ചെന്ന് മുട്ടി നോക്കി കടം വാങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഗൂഗിളിൽ നോക്കണം പുതിയൊരു പലിശക്കാരനെ കണ്ടെത്താൻ. അപ്പോഴേക്കും രേണുവിന്റെ സ്കൂട്ടർ റെസ്റ്റോറന്റിന്റെ മുന്നിലെത്തി. അവൾ വണ്ടി മുറ്റത്ത് വച്ചിട്ട് അവർക്കരികിലേക്ക് വന്നു. കട കാലിയാണല്ലോ മുതലാളി, അവൾ ചോദിച്ചിട്ട് ഒരു കസേരയിലിരുന്നു. ആ, ഇനിയിപ്പോൾ ഊണ് സമയമാകുമ്പോൾ ഒരു 10-20 പേര് വരും. അതോടെ കഴിഞ്ഞു. എന്തായിരുന്നു രണ്ടും കൂടി ചർച്ച? രേണു ജെയ്സനോട് ചോദിച്ചു. എന്ത് ചർച്ച? നീ എന്താ ഇപ്പോൾ വലിയ വെയിറ്റ് ഇടുന്നേ? ഒരു കാര്യത്തിന് വിളിച്ചാലൊന്ന് വന്നൂടെ? അവൻ തിരിച്ചു ചോദിച്ചു. അതേ മോനെ, എനിക്കവിടെ നല്ല പണിയുണ്ട്. നീ വിളിക്കുമ്പം ഓടി വരാൻ നീ ശമ്പളമൊന്നും തരുന്നില്ലല്ലോ. ആടി, നിനക്കൊക്കെ ശമ്പളം തരാൻ ജെയ്സനും പറ്റുന്നൊരു ദിവസം വരും. വരും, വണ്ടിയും പിടിച്ച് വരും. ഇനി നീ വിളിച്ച കാര്യം പറയ്. മോളെ, ഒരു ചായ പറയട്ടോ? അനീഷ് ചോദിച്ചു. ഇപ്പം വേണ്ട അനീഷേട്ടാ, ഇവൻ എനിക്ക് ശമ്പളം തന്നു തുടങ്ങട്ടെ, അപ്പോൾ നമുക്ക് പൊളിക്കാം. മതി മോളെ, നീ അവനെ ഇങ്ങനെ ഇട്ട് കളിയാക്കുകയൊന്നും വേണ്ട. ഒരു ദിവസം നീയും അറിയും ഇവൻ ആരാണെന്ന്, അനീഷ് പറഞ്ഞു. എൻ്റെ അനീഷേട്ടാ, അവൾ ഉറക്കെ ചിരിച്ചു. നിങ്ങൾ ഇവന്റെ പൊട്ട ഐഡിയകളും കേട്ട് വിശ്വസിച്ചിരുന്നോ? അല്ല, നിങ്ങൾ രണ്ടാളും കൂടി ഈ ചർച്ച തുടങ്ങിയിട്ട് കാലം എത്രയായി? വല്ലതും നടന്നോ? എന്നോട് തന്നെ ഇവൻ എത്ര പ്ലാനാ പറഞ്ഞിട്ടുള്ളത്? ഒരെണ്ണം നടത്തി കാണിക്കാൻ ഇവനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അതൊക്കെ നടക്കും, നീ നോക്കിക്കോ, അനീഷ് പറഞ്ഞു. അതാണിവന്റെ മിടുക്ക്. പറഞ്ഞ് അവതരിപ്പിക്കുന്നത് കേട്ടാൽ ഇപ്പം നടക്കും. പിന്നെ ലക്ഷങ്ങളും കോടികളും ഇങ്ങനെ പറന്നു വരും. നമ്മൾ ഇങ്ങനെ ചുമ്മാതിരുന്ന് എണ്ണിയെടുത്ത് പെട്ടിയിൽ വച്ചാൽ മതി. എന്നാലും എൻ്റെ ജെയ്സ, നീ ഈ പാവം പിടിച്ച അനീഷേട്ടനെ കൂടി സ്വപ്നജീവിയാക്കിയല്ലോ. ഡേയ്, മതി മതി. ജെയ്സന് ചെറുതായിട്ട് ദേഷ്യം വന്നു. ആ, ഞാൻ നിർത്തി. അനീഷേട്ടാ, 2 ചായ എടുക്കാൻ പറയും. ആ, നിങ്ങളിരുന്ന് സംസാരിക്കുക, ഞാൻ അടുക്കളയിലൊന്ന് കറങ്ങിയിട്ട് വരാം. ഉച്ചയൂണിന്റെ കാര്യമൊന്ന് ശ്രദ്ധിച്ചില്ലേൽ സമയത്ത് നടക്കൂല, അനീഷ് എഴുന്നേറ്റു. അപ്പോ ചായ?
അവൾ ചോദിച്ചു. കൊണ്ടുവരും. പിന്നെ രണ്ടാളോടും കൂടി പറയുക, തല്ലുകൂടരുത്. കഴിഞ്ഞ ആഴ്ച ഇവൻ എറിഞ്ഞു പൊട്ടിച്ച ഗ്ലാസിന്റെ വില ഇതുവരെ കിട്ടിയിട്ടില്ല. ചർച്ച സംഘർഷത്തിലെത്തുകയാണെങ്കിൽ ദയവായി രണ്ടും കൂടി പുറത്തിറങ്ങി തീർത്തോളണം. ഈ പാവത്തിനെ ഉപദ്രവിക്കരുത്. അനീഷ് തൊഴുതുകൊണ്ട് പറഞ്ഞു. ആ ഗ്ലാസിന്റെ പൈസയൊക്കെ ഞാൻ തരാം അനീഷേട്ടാ. ഇവൻ എനിക്ക് ശമ്പളമൊന്നും തന്നോട്ടേന്നേ. അവള് ചിരിച്ചു. അനീഷ് പോയി കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പും എടുത്ത് ബാഗിൽ വെച്ച് ജെയ്സൺ എഴുന്നേറ്റു. ഞാൻ പോണു. അപ്പോൾ ഇന്ന് പ്ലാനൊന്നുമില്ലേ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കിപ്പോഴെന്നെ ഒരു വിലയുമില്ലല്ലോ. ഇപ്പോഴെന്നല്ല, ഒരു കാലത്തും നിന്നെ എനിക്ക് ഒരു വിലയുമില്ല. അതുപോട്ടെ, നീ എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് പറയും. നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്നെ കുറ്റം പറയാൻ വന്നതല്ലേ? അവൻ ചൂടായി. ജെയ്സാ, എടാ മോനെ, നീ കൂളാവ്. എന്നിട്ട് അവിടെ ഇരുന്ന് പ്ലാൻ പറ. ഞാനൂടെ ഇട്ടിട്ട് പോയാൽ നിന്റെ ബെഡായി ഐഡിയ കേൾക്കാൻ ആ അനീഷേട്ടനെ കാണുള്ളൂ. അവൻ മടിച്ചു നിന്നു. ഇരിക്കളിയാ. അവൾ എത്തി അവന്റെ കയ്യിൽ പിടിച്ചിരുത്തി. അപ്പോഴേക്കും ഒരു പയ്യൻ 2 ചായ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. രേണുവച്ചിയെ, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ? അവൻ ചോദിച്ചു. ഭയങ്കര ബിസിയാടാ മോനെ. പിന്നെ ഞാൻ വന്നില്ലേലും സാറ് കൃത്യമായി വരുന്നുണ്ടല്ലോ. അവൾ ജേസനെ ചൂണ്ടി പറഞ്ഞു. പയ്യൻ ചിരിച്ചു കൊണ്ടുപോയി. അവൾ ഗ്ലാസ് അവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. ഇനി പറയ്, എന്താ പുതിയ പ്ലാൻ? അവൻ അതെടുത്ത് ഒരു കവിൾ കുടിച്ചിട്ട് ഗ്ലാസ് ടേബിളിൽ വെച്ചു. നീ എന്തിനാ എന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നത്? അതൊക്കെ ഞാൻ ചെയ്യും. സാറ് നന്നാകുന്നത് വരെ ഞാൻ ചെയ്യും. ഇനി പരിപാടി പറയും. എടീ, ഇടുക്കിന്നും വയനാട്ടിൽ കറുകപ്പെട്ട ഏലം, കുരുമുളക് തുടങ്ങിയവ സംഭരിച്ച് ലോക്കൽ മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു കൊച്ചു കാശുകാരനുണ്ട് ഈ നാട്ടിൽ. അയാൾ നന്നായി കാശിറക്കിയാ ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള പ്രോഫിറ്റ് അയാൾക്ക് കിട്ടുന്നില്ല. അത് അയാളുടെ മാർക്കറ്റിങ്ങിലെ തകരാറാണ്. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അതുപയോഗിച്ചാൽ അയാൾക്ക് ഇപ്പം കിട്ടുന്നതിനേക്കാൾ മിനിമം ഒരു 5 ഇരട്ടിയെങ്കിലും പ്രോഫിറ്റ് കിട്ടും. എനിക്ക് ആളിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ നീ ഒരു അവസരം ഉണ്ടാക്കി തരണം. ഞാനാ? അതിനാരാ നീ ഈ പറയുന്ന കാശുകാരൻ? അവൾ ചോദിച്ചു. പണിക്കലെ തോമസ് അവറാൽ. അതിനയാൾക്ക് ലോറി സർവീസ് അല്ലേ? ഈ അന്യ സംസ്ഥാനത്ത് നിന്നും ലോഡ് കയറ്റി കൊണ്ടുവരുന്ന പരിപാടി. എടീ, ട്രാൻസ്പോർട്ടിംഗ് കമ്പനി. 8 ലോറികൾ അയാൾക്കുണ്ട്. ഇടുക്കിന്നും വയനാട്ടിൽ നിന്നുമൊക്കെ കൊണ്ടുവരുന്ന മലഞ്ചരക്കുകളാ അയാൾ സ്റ്റേറ്റ് വിട്ട് കൊണ്ടുപോയി വിൽക്കുന്നത്. അതിന് അയാൾക്ക് ഡീലർമാരും ഏജന്റുമാരും ഒക്കെ ഉണ്ട്. എന്നാൽ അയാൾ ചെയ്യുന്ന ഈ പരിപാടിയിൽ ഒരു തകരാറുണ്ട്. അത് പരിഹരിച്ച് നല്ല ലാഭമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഐഡിയയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് അയാൾ ലോറി വാടകയ്ക്ക് കൊടുപ്പാണെന്നായിരുന്നു. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവൾ ചോദിച്ചു. അതാണ് എൻ്റെ കോണ്ടാക്ട്സ്. ഇതിൻ്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് മാസം 1 എന്നാ പിന്നെ നീ ചെന്ന് അയാളെ കണ്ട് നിന്റെ പദ്ധതി പറഞ്ഞാൽ പോരെ? എടീ, അങ്ങനെ ചെന്ന് പറഞ്ഞാൽ അയാൾ കേട്ടില്ലെങ്കിലോ? അയാളെ ഒന്ന് ഫ്രീ ആയി കിട്ടി ഇരുന്ന് സാവധാനം പറഞ്ഞാലേ ഇത് വർക്കൗട്ട് ആവൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്. ഇതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? അവൾ ചോദിച്ചു. നീ വിചാരിച്ചാലേ എനിക്ക് അയാളെ മീറ്റ് ചെയ്യാൻ പറ്റൂ, അവൻ പതിയെ പറഞ്ഞു. ഞാനാ? എടാ, എനിക്ക് അയാളെ പരിചയം പോലുമില്ല. നീ കുറച്ച് കോണ്ടാക്റ്റുകളെ പറ്റി പറഞ്ഞില്ലേ? ആ വഴിക്കെങ്ങാനും നോക്ക്. അവൾ കൈമലർത്തി. ഞാൻ പലയിടത്തു നിന്നും കളക്ട് ചെയ്ത കാര്യങ്ങളാടി അത്. അത് വച്ച് അയാളെ കാണാൻ പറ്റില്ല. ഒന്നാമത് അയാൾ ഒരു ചൂടനാണെന്നാണ് കേട്ടത്. രേണു, പ്ലീസ്. പക്ഷെ നീ വിചാരിച്ചാൽ നടക്കും. ഒരു അപ്പോയിൻമെന്റ്. നീ എന്തൊരു പൊട്ടത്തരമാടാ പറയുന്നത്? എനിക്ക് പോലും നേരിട്ട് അറിയാത്ത ആളിൻ്റെ അടുത്ത് നിനക്ക് അപ്പോയിൻമെന്റാ? നീ വേറെ ആരെയെങ്കിലും പിടിക്കുക. എടീ, കഴിഞ്ഞ മാസം ടൗൺ ഹാളിൽ അയാളുടെ മൂത്ത മോളുടെ കല്യാണം നടന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? നീ അതിന് പോയിരുന്നു. തിരിച്ചു വരുമ്പം നിന്റെ സ്കൂട്ടർ കേടായി. നീ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനാണ് എൻ്റെ ബൈക്കിൽ അൽസിബിത്താൻ്റെ ഷോപ്പിൽ നിന്നെ കൊണ്ടാക്കിയത്. പിന്നെ വർക്ക്ഷോപ്പിൽ പറഞ്ഞ് സ്കൂട്ടർ റെഡിയാക്കി എത്തിച്ചു തന്നതും ഞാനാണ്. ആ, അതിന് കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് നീയല്ലേ? അതിൻ്റെ പേരിലല്ലേ നിന്നെ അവർ കല്യാണം വിളിച്ചത്? അങ്ങനെ അയാളുടെ ഇളയ മകൾ നീയുമായി നല്ല കമ്പനി ആയതല്ലേ? എടാ, അതൊക്കെ വർക്കിൻ്റെ ഭാഗമല്ലേ? ആ പെൺകുട്ടി വലിയ കാര്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി. പക്ഷേ ഈ പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ല. വേണ്ട, പക്ഷേ നീ അയാളുടെ ഇളയ മോളുമായി കമ്പനിയല്ലേ? സംസാരിച്ചിട്ടുണ്ട്, അത്ര തന്നെ. അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. മതി, അത് മതി. നിന്റെ അവളുടെ നമ്പറുണ്ടല്ലോ. ഒന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. അത് ചെയ്യാമല്ലോ. എടാ, നിന്നെ ഞാൻ എന്തെന്ന് വെച്ചാ പരിചയപ്പെടുത്തുക? നിന്റെ ഒരു സുഹൃത്താണ്. അല്ല, ആ കുട്ടിയുടെ പേരെന്താണ്?
അവനൊന്ന് നിർത്തിയിട്ട് ചോദിച്ചു. ഇവാനെ എന്നോ മറ്റോ ആണ്, ഫോണിൽ തപ്പി നോക്കണം. ആ, അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇവാന, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ജെയ്സൺ ജേക്കബ്. നല്ല ജീനിയസ് ആയ ഒരാളാണ്. ഇവാനെ ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യമെന്ന് ചോദിച്ചാൽ? ആ കുട്ടി എന്തിനാ പഠിക്കുന്നേ? അവൻ ചോദിച്ചു. ആ, അതൊന്നും എനിക്കറിയില്ല. നീ എന്തെങ്കിലും ഒന്ന് പറയ്. എങ്ങനെയാണെങ്കിലും രേണു, നീ ഇത് ശരിയാക്കി തരണം. ആ കുട്ടിയിലൂടെയേ അവളുടെ അപ്പനെ കാണാൻ പറ്റൂ. ആ കുട്ടിയെ പരിചയപ്പെടാനുള്ള വഴി ഞാൻ ഒപ്പിച്ചു തരാം. പക്ഷേ ബാക്കിയൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. പിന്നൊരു കാര്യം, വല്ല ഏടാകൂടവും ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ എന്നെ തിരക്കി വരാൻ ഇടവരരുത്. അതിപ്പോഴേ പറഞ്ഞേക്കാം. അതിന് ഞാൻ അവളെ പ്രേമിക്കാനൊന്നുമല്ലല്ലോ പരിചയപ്പെടുന്നത്. നീ പ്രേമിക്കേ കെട്ടുകേ എന്തേലും ചെയ്, എന്നെ അതിനിടയിൽ പിടിച്ചിടരുത്. നിനക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല, പ്രോമിസ്, അവൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. അപ്പോ എനിക്കിനി പോവാലോ? അവൾ എഴുന്നേറ്റു. ഇന്ന് തന്നെ വിളിക്കുമല്ലോ അല്ലേ? ആ, വിളിക്കാം. ചായയുടെ കാശ് കൊടുത്തേക്കണം. ആ പാവത്തിനെ കൂടി ഓസി ജീവിക്കാൻ നോക്കല്ലേ. അവൾ പുറത്തേക്ക് നടന്നപ്പോൾ അവനും ഒപ്പം ചെന്നു. അവൻ തന്നെ സ്കൂട്ടർ നീക്കി വെച്ചു കൊടുത്തു. ഹെൽമറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. മോനെ ജെയ്സ, ദാണ്ടേ, ഈ ഐഡിയ കുളമായാൽ അടുത്ത ഐഡിയയുമായി എന്നെ ഇനി വിളിക്കരുത്. എനിക്ക് അവിടെ ഒത്തിരി പണിയുള്ളതാ, കേട്ടല്ലോ? രേണുമോളെ, പല തവണ വീണിട്ടുള്ളവരാ എണീറ്റ് നിന്ന് ഈ ലോകം കീഴടക്കിയിട്ടുള്ളത്. അത് മറക്കരുത്, അവൻ മറുപടിയും പറഞ്ഞു. വെരി ഗുഡ്. സർവ്വ ഏടാകൂടങ്ങളും എടുത്ത് തലയിൽ വെച്ചിട്ടും വീണ്ടും നിന്റെ ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടല്ലോ, ഇത്തിരി കടുപ്പം തന്നെ അളിയാ. അവൾ പറഞ്ഞിട്ട് സ്കൂട്ടറും ഓടിച്ചു പോയി.